മൈ ഗൈസ്, നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് ബീഫ് കറി ആയിട്ടാണ്. ബീഫ് കറി ഉണ്ടാക്കാനായിട്ട് കുക്കറിലേക്ക് പച്ചമുളക് ഇടുക, ശേഷം കറിവേപ്പില ഇടുക, സബോള ഇടുക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. പിന്നെ അത് വാടി കഴിഞ്ഞാൽ തക്കാളി ഇട്ട് കൊടുക്കുക, കുറച്ച് കറിവേപ്പില കൂടി ഇടുക. അതിനുശേഷം മുളക് പൊടി, ഗരം മസാല, കുരുമുളക്, മഞ്ഞൾപ്പൊടി, പിന്നെ എന്തൊക്കെയോ ചിക്കൻ മസാല, മീറ്റ് മസാലയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട്. ശേഷം കുറച്ച് കാശ്മീർ ചില്ലി പൗഡർ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ശേഷം നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കുക. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇവിടെ. അതിനുശേഷം ഞാൻ കുറേ ചിക്കൻ നഗറ്റ്സ് ആണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ നഗറ്റ്സ് വെറുതെ ചിക്കൻ നഗറ്റ്സ് എന്ന് പറഞ്ഞ രീതി നല്ല ചിക്കൻ നഗറ്റ്സിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ നഗറ്റ്സ് എന്ന് പേരിട്ടാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഫസ്റ്റ് തന്നെ കയ്യും കാലും ഒക്കെ മുഖം കഴുകിയ ശേഷം ചിക്കൻ ഒന്ന് കഴുകിയെടുക്കുക. അതിൻ്റെ തൂലങ്ങൻ സംഗതി അതൊക്കെ കഴുകിയെടുക്കുക. ഞാനൊരു കുഞ്ഞി പീസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ചെറിയ ചിക്കനെ പീസ് എടുത്തിട്ട് അതിൽ കറുമുറയിലുണ്ടാകും. കറുമുറയിൽ മീൻസ് നല്ല കടിക്കാൻ പറ്റുന്നില്ല, തിന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതാണ്. അപ്പോൾ അതൊന്ന് അരിഞ്ഞെടുത്തു. പിന്നെ കറുമുറയിലുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ആയിട്ട് ചിക്കൻ നഗറ്റ്സിന് ചിക്കൻ തന്നെ വേണമെന്നില്ല, എല്ലാവരും കുഴപ്പമൊന്നുമില്ല, കുറച്ചേലുണ്ടെങ്കിലും. പിന്നെ എൻ്റെ ചിക്കൻ നഗറ്റ്സുണ്ട് കുഞ്ഞി പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ശേഷം ഇതിലുള്ള മസാല നോക്കുക. ഫസ്റ്റ് തന്നെ കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് മുളക് പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കോൺഫ്ലവർ, പിന്നെ കുറച്ച് മൈദ, പിന്നെ കുറച്ച് ഉപ്പ്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക. പിന്നെ മോരിൻ്റെ പാക്കറ്റിൽ കുറേ പഞ്ഞിപ്പോലത്തെ മോരാണോ തൈരാണെന്ന് അറിയില്ല, അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ ചിക്കനും മാറ്റി വെച്ചിട്ട് എല്ലാ ചിക്കനിലേക്ക് ഞാൻ ഇതിലത്തെ കുറച്ച് മസാലയൊക്കെ ചേർത്തിട്ടാക്കിയത്. എല്ലാം ഇതും കൂടി ഒരുമിച്ചാക്കണ്ട വിചാരിച്ചു. എന്തായാലും ഞാൻ ഒരുമിച്ചാണ് വറക്കണതൊക്കെ, എന്നാലും വേണ്ട വിചാരിച്ചിട്ടോ. അതിനുശേഷം തീ കത്തിച്ചതിന് ശേഷം നമ്മൾ ചട്ടി വെച്ചു, അതിലേക്ക് ഓയിൽ വെച്ചെടുത്തു. ഞങ്ങൾ എണ്ണക്കുപ്പി കാണാതിരിക്കാൻ വേണ്ടിയിട്ട് മേലെന്ന് വയ്ക്കാൻ നോക്കിയതാണ്, പക്ഷെ തെറിച്ച് കൊണ്ടേന്ന്. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, കാണിച്ചു കൊടുക്കാം. എല്ലാവരും വീട്ടിലിങ്ങനെ നേരിട്ട് വെച്ചിട്ട് അത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഗ്യാസിന് കുറച്ച് കുറയ്ക്കുക. ശേഷം ചട്ടി വെച്ചതിന് ശേഷം ഇത് എള്ളുള്ള പീസാണ്. എള്ളുള്ള പീസ് ഞാൻ സൈഡിലേക്ക് മാറ്റിച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അത് ക്ലിയർ ഒന്നും ഉണ്ടാവില്ല കേട്ടോ, എന്ന് വെച്ചാൽ സൂം ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അത് ക്ലിയർ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. പിന്നെ അതുപോലെ നാച്ചുറൽ കളറാകുമ്പോൾ ശരിക്കും കാണാനൊന്നും പറ്റുന്നില്ല, എന്തോ ഒരു വെറു പിടിച്ച കളറായിട്ടാണ് ക്യാമറയിൽ കാണുന്നത്. അതിനുശേഷം ഞാൻ ഫുൾ ചിക്കൻ ഇട്ട് കൊടുത്തു. ഇറച്ചിയും പിന്നെ എല്ലൊക്കെ ഇട്ട് കൊടുത്തു. അതിന് ശേഷം എല്ലുള്ള ഫസ്റ്റ് ഞാൻ ആയ നോക്കി, അപ്പോൾ എല്ലാം ആയി ഉണ്ടാകുന്നു. അപ്പോൾ എന്ത് ചെയ്തു, ഒരു പീസും കൂടി എടുത്തിട്ട് ഞാൻ ഇറച്ചിയുള്ളത് ഇറച്ചി ചിക്കനില്ല, ഇറച്ചി ആയി നോക്കി. അപ്പോൾ അതും ആയി ഉണ്ടാകുന്നു. അതിനുശേഷം അതിലേക്ക് കുറച്ച് തേങ്ങയും പിന്നെ പൊരിയില്ലേ, അവിൽ മിൽക്കിലുള്ള പൊരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടാകുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാൻ മറന്നുപോയി. പിന്നെ ഞാൻ എൻ്റെ റസ്ക് പിടിച്ചിട്ടെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്യാൻ ശേഷം കുറച്ച് ചിക്കനും കുറച്ച് റസ്ക് കൊടുത്തിട്ട് നമ്മുടെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഗ്യാസ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഓണാക്കിക്കോ, കുഴപ്പമൊന്നുമില്ല. ശേഷം അത് ഫുള്ളായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം ഫുൾ റസ്ക്കും ചിക്കനും ഒക്കെ ഓടിച്ച് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ റസ്ക് പൊടി ഇട്ട് കൊടുത്താൽ ബ്രെഡ് ഉണ്ടെങ്കിൽ അതിനായിട്ട് ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ വീട്ടിൽ റസ്ക് ആയതുകൊണ്ട് മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തത്. അതിനുശേഷം ഫുൾ ചിക്കനും റസ്ക് പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി കുറേ ചിക്കൻ വേണമെങ്കിൽ കുറച്ച് റസ്ക് പൊടി കൂടിപ്പോയി, അതുകൊണ്ട് കുറച്ച് ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അതിനുശേഷം കുറച്ചും കൂടി ഓയിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ചെറുതാ ആവിൽ മിൽക്കിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കുറച്ച് ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് നാരങ്ങ നീരും കൂടി വേവിച്ചിട്ടുണ്ടാകുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം വേവിക്കാവുന്നതാണ്. അതിന് ശേഷം ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് തിന്നാൻ പോവുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ കണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ നഗ്ഗറ്റ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.